Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025 നമ്മുടെ കേരളത്തിലെ മുഴുവൻ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള കീം അഡ്മിഷൻ പ്രൊസീജിയർ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 10th ആണ്. അപ്പോൾ ഈ 10th മുമ്പായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 ഡോക്യുമെൻസുകൾ 6 കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പേരൻസിൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ഡൗട്ടാണ്, ഞാൻ എങ്ങനെയുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ, അതിൽ പേരുണ്ടാവണോ, ഫോട്ടോ എടുത്ത് ഡേറ്റ് ഉണ്ടാവണോ, ബർത്ത് ഡേറ്റ് ഉണ്ടാവണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വേണമെന്നില്ല. സാധാ പാസ്പോർട്ട് സൈസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കളർ ഫോട്ടോ, ഈ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതിനോടൊപ്പം ഒരു സിഗ്നേച്ചർ, കുട്ടിയുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് കുട്ടി കേരളൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ദാറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്. കാരണം നമുക്ക് കേരളത്തിൽ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്കറിയാം, ഈ കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് കീമിൻ്റെ വെബ്സൈറ്റായ www.ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ 4 സെക്ടറിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സെക്ടർ. എഞ്ചിനീയറിങ്ങിൻ്റെ ഗവൺമെൻറ് സെക്ടറോ ഗവൺമെൻറ് എയ്ഡ് സെക്ടറോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറോ ഏതുമാവട്ടെ, ഗവൺമെൻറ് സെക്ടറിലേക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, അതിന് നമ്മെ കൺസിഡർ ചെയ്യണമെന്നുള്ള ആപ്ലിക്കേഷൻ. രണ്ടാമത് നമുക്ക് വരുന്നത് മെഡിക്കൽ സെക്ഷനാണ്. മെഡിക്കലിന് എക്സാമിനേഷൻ ഇല്ല, നീറ്റ് എക്സാമാണ് എഴുതേണ്ടത്. പക്ഷേ മെഡിക്കൽ നമ്മൾ കേരളത്തിൽ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മെഡിക്കലിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പം നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, ഞാൻ നീറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ മാർക്കല്ലേ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ അതിന് പ്രത്യേക ഒത്തിരി കാര്യങ്ങൾ ചെയ്യണോ? നിർബന്ധമായും ചെയ്യണം. കേരളയുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ നമ്മൾ എല്ലാ ഡോക്യുമെൻസും, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എല്ലാ ഡോക്യുമെൻസുകളും അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യണം. ഈ നീറ്റ് എക്സാമിനേഷനിൽ നിന്നും കേരള എൻട്രൻസ് കമ്മീഷണർ എടുക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് നീറ്റിൻ്റെ മാർക്ക് മാത്രമാണ്. ഇപ്പം നീറ്റിൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ ആ മാർക്കിന് ശേഷം ഓൾ ഇന്ത്യ എൻട്രൻസ് കമ്മീഷണർ 2 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഒന്ന് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റും ഒന്ന് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റും. കേരള എൻട്രൻസ് കമ്മീഷണർ നീറ്റിൽ നിന്നും എടുക്കുന്നത് ഒരിക്കലും നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്ത ഒരു ഡോക്യുമെൻസും ഇവിടെ കൺസിഡർ ചെയ്യത്തില്ല. നീറ്റിൽ നിന്നും ആകെപ്പാടെ ഇങ്ങോട്ട് എടുക്കുന്നത് നീറ്റ് എക്സാമിനേഷൻ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തു, ആ മാർക്കിനെ ബേസ് ചെയ്ത് കേരളത്തിൽ നമുക്ക് എത്രാമത്തെ റാങ്കിലാണ് വന്നിരിക്കുന്നത്, ഇത് മാത്രമായിരിക്കും കേരള എൻട്രൻസ് കമ്മീഷണർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ അതിനുശേഷം മെഡിക്കൽ സെക്ടറിൽ വരുന്ന MBBSഉം BDSഉം ഹോമിയോ, ആയുർവേദം, വെറ്റിനറി ഉൾപ്പെടെ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളൈറ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ ഡോക്യുമെൻ്റ്, നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഒരു കാൻഡിഡേറ്റ് കേരളൈറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിയായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ആ കാൻഡിഡേറ്റ് ജനിച്ചത് കേരളത്തിലല്ല, അതർ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ആണ്, അല്ലെ എബ്രോഡാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് കേരളൈറ്റ് ആകത്തില്ലേ? ആകും. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചതാണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, അച്ഛൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിലില്ല, അമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിലില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിനകത്തുനിന്ന് ഈ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ളൊരു ഫോം ഉണ്ട്. ആ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഈ കാൻഡിഡേറ്റ് ഒന്നുകിൽ ഇവിടെ കേരളത്തിൽ ജനിച്ചതാണ്, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചതാണെന്ന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു നേറ്റിവിറ്റി കേരളൈറ്റായി മാറാനായിട്ട് ബർത്ത് കേരളത്തിലാണെന്ന് ഒന്നുകിൽ കാൻഡിഡേറ്റിൻ്റെ, അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദർ. ഇനി ഈ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പാസ്പോർട്ടിൽ പ്ലേസ് ഓഫ് ബർത്ത് കേരളമാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. 10th സർട്ടിഫിക്കറ്റിൽ SSLC കേരള സ്റ്റേറ്റ് ബോർഡൊക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ 10th സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ അച്ഛനും അമ്മയും കുട്ടിയും കേരളത്തിൽ ജനിച്ചവരല്ല, പക്ഷേ ഞങ്ങൾ ഇവിടെ പഠിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് കേരളൈറ്റ് കിട്ടുമോ? കിട്ടും. അങ്ങനെയാണെങ്കിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ
നമ്മളിവിടെ കേരളത്തിൽ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ കേരളൈറ്റ് കിട്ടും, പക്ഷേ അവർക്ക് കമ്മ്യൂണൽ റിസർവേഷൻസ് ഒന്നും കിട്ടില്ല. ഇവിടുത്തെ ഗവൺമെൻറ് സീറ്റിലേക്കുള്ള ഒരു അഡ്മിഷൻ മാത്രമായിരിക്കും അവർക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ജനിച്ച ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ജനിച്ച കുട്ടിയാണെങ്കിൽ മാത്രമായിരിക്കും കേരളത്തിൻ്റെ ബർത്തിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ആ കുട്ടിക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്, നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് മൂന്നാമതായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ വേണ്ടത്. ഇനി നാലാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 10th മാർക്ക് ലിസ്റ്റാണ്. ഇത് 10ാം ക്ലാസ് സ്റ്റേറ്റ് ബോർഡുകാരോ CBSEയോ ISEയോ ഏത് പഠിച്ചവരാവട്ടെ, ഏത് ബോഡി പഠിച്ചവരാണെങ്കിലും ആ 10th മാർക്ക് ലിസ്റ്റ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ 5th വൺ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ എന്നാണ് ജനിച്ചത് എന്നുള്ളത് സർട്ടിഫിക്കറ്റ്, ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കണ്ടു. നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഡേറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ 10th മാർക്ക് ലിസ്റ്റിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻട്രി ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ആ ഡോക്യുമെൻ്റ് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പാസ്പോർട്ടിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും. ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ദെൻ ഇനി 6th വൺ എന്ന് പറയുന്നത് ഈ 5 ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്തു, ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാർച്ച് 10th മുമ്പായി ഒരു കുട്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട ഡേറ്റാസ് എല്ലാം എൻട്രി ചെയ്ത് ഈ 6 കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ഫോട്ടോ, രണ്ടാമതായിട്ട് സിഗ്നേച്ചർ, മൂന്നാമതായിട്ട് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന, ബർത്ത് പ്രൂവ് ചെയ്യുന്ന, കേരളത്തിൽ ജനിച്ചു എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ്, നാലാമതായിട്ട് 10th സർട്ടിഫിക്കറ്റ്, ദെൻ 5th വൺ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ദെൻ 6th വൺ ഫീ പേയ്മെൻറ്റ്. ഈ 6 കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ മാർച്ച് 10th മുമ്പായി ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഇനി 15 മുമ്പായിട്ട് ബാക്കി വരുന്ന ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യാൻ സമയമുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഡോക്യുമെൻസുകൾ ഈ 10ാം തീയതിക്ക് മുമ്പേ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഇപ്പം തന്നെ എല്ലാ ഡോക്യുമെൻസുകളും സബ്മിറ്റ് ചെയ്ത് നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കിട്ടാൻ ലേറ്റ് ആയാൽ അതിന് വേണ്ടിയിട്ടാണ് മാർച്ച് 15th വരെ ബാക്കിയുള്ള ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സമയം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 10ാം തീയതിക്ക് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്ന ബാക്കിയുള്ള ഡോക്യുമെൻസുകൾ എന്ന് പറയുന്നത് അതെന്തൊക്കെയാണ്? നമുക്ക് വരുന്ന എല്ലാ റിസർവേഷൻസും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസുകളാണ്. അപ്പോൾ അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മൾ പല ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളാണ് ഈ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടും പല റിസർവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കാം. ആ കുട്ടിക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ? ഉണ്ട്. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ജനറൽ കാറ്റഗറിയിലുള്ളതെങ്കിൽ ആ EWSൻ്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളോ ഇൻകം സർട്ടിഫിക്കറ്റുകളോ ബാക്കി വരുന്ന ഡോക്യുമെൻസുകളൊക്കെ ഞാൻ നീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത്, അല്ലെ JEEക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാമിനേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്തുള്ള ആ സർട്ടിഫിക്കറ്റ് തന്നെ മതിയാവുമോ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിനെല്ലാം വേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ്. നമുക്ക് നേരത്തെ നീറ്റിനോ JEEക്കൊക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് അവിടെ എല്ലാ ഡോക്യുമെൻസുകളും നമുക്ക് വേണ്ടിയിരുന്നത് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അതൊരിക്കലും കേരളയ്ക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണറുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൽ കീമിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വേണ്ട ഡോക്യുമെൻസുകളെല്ലാം തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് നാം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടു, ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് EWS കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഓരോ കമ്മ്യൂണൽ റിസർവേഷൻസും, അതായത് മുസ്ലിം കാറ്റഗറി, ഈഴവ കമ്മ്യൂണിറ്റി, ലാറ്റിൻ കത്തോലിക്ക്, കുശവ, കുടുംബ, ധീവര, അതുപോലെ അങ്ങനെ SC ST ഇതുപോലെ വരുന്ന ഓരോ കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികളും അത് ഓരോരുത്തരും എടുത്ത് നോക്കുക. എൻ്റെ കമ്മ്യൂണിറ്റി വെച്ചിട്ട് എനിക്കൊരു റിസർവേഷൻ എലിജിബിലിറ്റി കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ ആ കമ്മ്യൂണൽ റിസർവേഷന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി നാം അപ്ലോഡ് ചെയ്യണം. ഇതിനോടൊപ്പം സ്പെഷ്യൽ റിസർവേഷൻ വരുന്ന ഒത്തിരി കാറ്റഗറി ഉണ്ട്. പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി, ഏതെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിനോടൊപ്പം എക്സ് സർവീസ്മെൻ കോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിന് അപ്ലൈ ചെയ്യണം. സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ അതിനുള്ള ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യണം.
ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ്റെ ഒരു കുട്ടിയാണ് വാർഡാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇനി അഗ്രികൾച്ചർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ്റെയോ അമ്മയുടെ മകളാണെങ്കിൽ മകളോ മകനോ ആണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ ഓഫ് ഫാർമർ എന്നുള്ള സർട്ടിഫിക്കറ്റ് നാം കളക്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ കീമിൻ്റെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് പെർഫോമ എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആവശ്യമുള്ള ഓരോ റിസർവേഷൻസ് ക്ലെയിം ചെയ്യാനുള്ളതിൻ്റെയും സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് നമുക്ക് അവിടെ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ചെയ്യുന്ന നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വരുന്ന സംശയമുണ്ട്, നാം ഇതൊക്കെ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇൻകം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും പേരൻറ്റിൻ്റെ ആനുവൽ ഇൻകം ഒക്കെ പല സ്ഥലത്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ എന്ന് പലരുടെ മനസ്സിലേക്ക് വരാം. പക്ഷേ ഇൻകം സർട്ടിഫിക്കറ്റ് കോമൺലി പറഞ്ഞാൽ എല്ലാവർക്കും അത് ആവശ്യമില്ല. ഇതിനകത്ത് വേണ്ടി വരുന്നത് ഇപ്പോൾ OBC കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കൊടുത്തേച്ചാൽ മതി. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി OEC കമ്മ്യൂണിറ്റിയിൽ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റിയിൽ വരുന്ന OEC കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീസ് ഇളവുണ്ട്. ഏത് സെക്ടർ, ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഇപ്പോൾ MBBS പോലുള്ള ഒരു കോഴ്സുകൾ, പ്രൈവറ്റ് ക്യാമ്പസുകളിൽ നമുക്കറിയാം 8 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ഫീസ്. പക്ഷേ OEC കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഒരു MBBS പഠിച്ചാൽ പോലും ഫീസ് ഇല്ലാതെ പഠിക്കാം. പക്ഷേ ആ എലിജിബിലിറ്റി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആനുവൽ ഇൻകത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ OEC കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആനുവൽ ഇൻകം പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ബാക്കി വരുന്ന ഒരു കേസിലും നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ആവശ്യം വരുന്നത് OBC കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ നോൺ ക്രിമിലെയർ, നമ്മൾ ആ ഒരു ക്രിമിലെയർ പരിധിക്ക് മുകളിലല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക. ഇതിനോടൊപ്പം തന്നെ NRI സ്റ്റാറ്റസ്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നതേ ഉള്ളൂ, മെഡിക്കൽ സെക്ടറോ എഞ്ചിനീയറിംഗ് സെക്ടറോ ഏതുമാവട്ടെ, എനിക്കൊരു NRI സ്റ്റാറ്റസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആ NRI സ്റ്റാറ്റസ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസുകൾ ഇപ്പോൾ തന്നെ ഞാൻ NRI കാറ്റഗറിയിൽ താല്പര്യമുണ്ട്. ഇപ്പം നമുക്കത് പ്രത്യേകം ഇപ്പം തന്നെ എല്ലാ പേരൻസും ഓർക്കേണ്ടതാണ്. NRI കാറ്റഗറിയിലേക്ക് ഒരു സീറ്റ് എടുക്കാൻ ഇപ്പം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതേ ഉള്ളൂ. നല്ല മാർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് NRI സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ പിന്നീട് നമുക്കൊരു NRI സീറ്റായിട്ട് കൊടുക്കാനായിട്ട് ചിലപ്പം എൻട്രൻസ് കമ്മീഷൻ അനുവദിച്ചില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് NRI സീറ്റും കൂടെ NRI സീറ്റ് ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ പിന്നീട് അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കൊടുത്താൽ അതിന് എലിജിബിലിറ്റി നമുക്ക് നേടി നമുക്ക് ഇടാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ NRI സ്റ്റാറ്റസ് ആവശ്യമുണ്ടെങ്കിൽ ആ NRI സ്റ്റാറ്റസിന് വേണ്ട ഡോക്യുമെൻസുകൾ നാം അപ്ലോഡ് ചെയ്ത് അതിനുള്ള എലിജിബിലിറ്റിയും നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു സംശയം, സാറേ ഞാനിങ്ങനെ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യുന്നത് ഈ 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഇതേപോലെ എല്ലാം കൃത്യമായിട്ട് ഫീസ് അടച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതും കളക്ട് ചെയ്ത് 15-ന് മുമ്പായിട്ട് ചെയ്ത് തീർത്താൽ എൻ്റെ ജോലി തീരും. ഇനി അങ്ങനെ ജോലി തീരുമ്പോഴത്തേക്ക് എനിക്ക് ഇതിലൂടെ എലിജിബിലിറ്റി കിട്ടുന്നത് 4 സെക്ടറിലേക്കാണ്. വെറുതെ 4 സെക്ടറിലേക്ക് കിട്ടത്തില്ല, നമ്മൾ അവിടെ ടിക്ക് ചെയ്യണം എന്നെ ഏതിലൊക്കെ കൺസിഡർ ചെയ്യണമെന്ന്. എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ്, B.Pharm സെക്ടർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതിനോടൊപ്പം മെഡിക്കൽ വേണമെങ്കിൽ മെഡിക്കൽ, ആർക്കിടെക്ട് സെക്ഷൻ വേണമെങ്കിൽ ആർക്കിടെക്ട്. ഇപ്പോൾ ഈ 4 സെക്ടറും വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ അതിന് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഇനി ഇതിന് ശേഷം നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, നെയിമിൻ്റെ സ്പെല്ലിങ്ങിനകത്തൊരു മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് കറക്റ്റ് ചെയ്യാൻ ഒരു അവസരം, ഓൾ ഇന്ത്യ എക്സാമിനേഷനൊക്കെ നമുക്കറിയാം, അതിനുശേഷം കറക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ടൈമുണ്ട്. അതേപോലെ കേരളത്തിന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സമയം തരുമോ? എൻട്രൻസ് കമ്മീഷൻ അങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ടൊരു സമയം തരാറില്ല. നാം അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് കേരള എൻട്രൻസ് കമ്മീഷണർ ഇത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് കണ്ടാൽ നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന മെയിലിലേക്ക് നമുക്കൊരു മെമ്മോ വരും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് ഒരു മെമ്മോ അവിടെ വന്ന് കിടക്കും. ഇത് മാത്രമാണ് എൻട്രൻസ് കമ്മീഷണർ ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എക്സാമിനേഷൻ ഏപ്രിൽ നടക്കുന്ന പരീക്ഷയൊക്കെ കഴിഞ്ഞ് മെയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ആ സമയത്താണെങ്കിൽ പോലും നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ റിസൾട്ടിന് മുമ്പായിട്ടോ ഈ സമയത്തൊക്കെ
നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രൊഫൈൽ പേജും നമ്മുടെ മെയിലും നമ്മുടെ ഫോൺ നമ്പറിലേക്കും എന്തെങ്കിലും മെസ്സേജുകൾ വരുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും മെമ്മോ വരുന്നുണ്ടോ എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെക്ടർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചുകൊണ്ട് എൻട്രൻസ് കമ്മീഷണർ നമുക്ക് മെമ്മോ തരികയാണ് ചെയ്യുന്നത്. ആ മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട എക്സ്ട്രാ ഡോക്യുമെൻസുകൾ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത ഡോക്യുമെൻസുകൾ നാം കൃത്യസമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ മിസ്റ്റേക്കുകൾ എൻട്രൻസ് കമ്മീഷണർ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിങ്ങിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പായി അവർ നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. ഇനി കേരള എൻട്രൻസ് കമ്മീഷണറുടെ ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകം പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മെ എക്സാം എങ്ങനെ എഴുതിക്കാതിരിക്കാമെന്നല്ല എൻട്രൻസ് കമ്മീഷണർ നോക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റികൾ ചെയ്തു തരാം, ഏറ്റവും ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് എങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യിക്കാം, അതിനകത്ത് എന്തൊക്കെ ഹെൽപ്പ് നമുക്ക് ചെയ്തു തരാം, ഇങ്ങനെയാണ് എൻട്രൻസ് കമ്മീഷണർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും മിസ്റ്റേക്കുകൾ ഇല്ലാതെ, പ്രത്യേകിച്ച് നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ നെയിമിൽ, ഫാദറിൻ്റെ മദറിൻ്റെ നെയിമിൽ, നമ്മുടെ സ്കൂൾ നേരത്തെ ഉള്ള ബർത്ത് സർട്ടിഫിക്കറ്റിലും സ്കൂൾ ഡോക്യുമെൻസിലും ഉള്ള നമ്മുടെ നെയിമും സ്പെല്ലിങ്ങുകളും ഒക്കെ കൃത്യമായ രീതിയിൽ സബ്മിറ്റ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഓൾ ഇന്ത്യയിൽ നമുക്ക് എന്തെങ്കിലും റിസർവേഷൻ ലഭിക്കുന്നുണ്ടോ, ഓൾ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് വെച്ച് ആ റിസർവേഷൻസോ ആ ക്ലെയിംസോ ഒന്നും കേരളത്തിൽ നമുക്ക് ലഭിക്കത്തില്ല. കേരളത്തിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിസർവേഷനോ കൺസിഡറേഷനോ ലഭിക്കണമെങ്കിൽ ഇതിനെല്ലാം ഈ കേരളത്തിൻ്റെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡേറ്റയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻസും വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്കൊക്കെ എൻട്രൻസ് കമ്മീഷൻ നമ്മെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് കീമിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ളത്. ആൽഫയുടെ യൂട്യൂബ് ചാനൽ നമുക്ക് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കേരളത്തിൻ്റെ എൻട്രൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.